ഇതുപോലെ ഒരു മാങ്ങയും വിണ്ട് കീറാതെ നിങ്ങൾക്ക് കിട്ടണോ? അതിനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതുകൊണ്ട് നിങ്ങൾ ഒരു ഡാമേജും ഇല്ല. അപ്പോൾ അതൊക്കെ പല സ്ഥലങ്ങളിലും വിണ്ട് കീറിയിട്ട് നാശമായി പോവാണ്, പ്രത്യേകിച്ച് ഫാമിൽ നിന്നും വാങ്ങിയ തൈകളൊക്കെ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു പ്രധാന ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അതെന്നോട് പറഞ്ഞു നിങ്ങളത് ചെയ്ത് നോക്ക്. അപ്പോൾ ഇതുകൊണ്ടല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു മാവ് പേടിച്ചിട്ട് കായ്ക്കുന്നു. അദ്ദേഹം കഴിഞ്ഞതൊരു ജോക്ക് അടിച്ചതാണോ കാര്യം പറഞ്ഞാൽ അറിയില്ല. എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾ പരീക്ഷിച്ചോളിട്ടോ. 100% എനിക്കിത് മനസ്സിലായതാണ്. പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. മിർസ അഫ്സൽ യുവൻ സക്കരിയ. ഇത് കണ്ടോ, ഇത് എൻ്റെ വീട്ടിലെ മാവിലെ മാങ്ങയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഒരു ഡാമേജും ഇല്ല, എവിടെയും വിണ്ട് കീറിയിട്ടില്ല, ഒന്നും ആയിട്ടില്ല കണ്ടോ. അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് മാങ്ങ വിണ്ട് കീറിയിട്ട് മൂക്കാനാവുമ്പോൾ വിണ്ട് കീറിയിട്ട് നിലത്ത് വീണ് നാശമായി പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഫാമിലെ ബെഡ് തൈകളാണ് തോന്നുന്നുണ്ട്. 3 വർഷത്തിനുള്ളിൽ കായ്ക്കും, നന്നായിട്ട് കായ്ക്കും. പിന്നെന്താണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നുണ്ട്, പല സ്ഥലങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അതേ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടും കർഷകനായ ഒരു സുഹൃത്താണ് അതിൻ്റെ ഒരു ടിപ്സ് പറഞ്ഞത്. ഒരിക്കൽ 3-ാമത്തെ വർഷം ഈ മാവ് കായ്ച്ചു. ഇതിലും വലിയ കായ്കളാണ് ഉണ്ടായത്, നിറച്ച് മാങ്ങയായിരുന്നു കേട്ടോ. അങ്ങനെ ഈ മാവ് ചായ്ഞ്ഞ് നിൽക്കുകയായിരുന്നു. പക്ഷേ ഞാനത് പഴുക്കട്ടെ എന്ന് കരുതി അവിടെ വെച്ചു. പക്ഷെ എനിക്കൊരൊറ്റ മാങ്ങയും കിട്ടിയില്ല, ഒക്കെ വിണ്ട് കയറി നാശമായി. പിറ്റത്തെ കൊല്ലം കായ്ച്ചില്ല. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യം പറഞ്ഞ സമയത്ത് എനിക്കൊരു ടിപ്സ് പറഞ്ഞു കേട്ടോ. ഞാനത് ഈ മാവിൽ പ്രവർത്തിച്ചു. അത് മരുന്നോ മന്ത്രോ വളമോ ഒന്നുമല്ല, സിമ്പിളായിട്ട് നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ നിങ്ങളെ വീട്ടിൽ മാവോ പ്ലാവോ കായ്ക്കുന്നില്ലേ, ഇനി കായ്ക്കുന്നത് ഇതുപോലെ വിണ്ട് കയറി നാശമായി പോകുന്നില്ലേ, അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. അപ്പോൾ അത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ കണ്ടോ നിറച്ച് മാങ്ങട്ടോ, എവിടെയും ഒരു ഡാമേജ് ഇല്ല. അതാ നിങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ച് വയനാട്ടിൽ ഒരുപാട് ഫാമുകളുണ്ട്. അപ്പോൾ നല്ല തൈകൾ കിട്ടുന്ന ഫാമുണ്ട്, അല്ലാത്ത ഫാമുണ്ട്. അതൊക്കെ ഏതാന്ന് നോക്കിയിട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് പോയിട്ട് വാങ്ങുക. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വീഡിയോ ഫുള്ളായിട്ട് കാണുക, പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടട്ടെ. അതുപോലെ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് പോവാം. വയനാട്ടിലെ ഒരു ഫാമിൽ നിന്ന് വാങ്ങിയ ഈ തൈ 2 വർഷം കൊണ്ട് തന്നെ കായ്ച്ചു, നിറച്ച് കായ്കളുണ്ടായി. ഇതിൽ കൂടുതൽ കായ്കൾ, ഇതിലും വലുത് ഈ മാവിൽ മൊത്തം കായ്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒറ്റ കായ് പോലും നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയില്ല, ഒക്കെ വിണ്ട് കീറി നാശമായിപ്പോയി. അപ്പോൾ നമ്മളെ കർഷകനായ നമ്മളെ സുഹൃത്ത് പറഞ്ഞത്, ഈ ബെഡ് തൈകളൊക്കെ വാങ്ങുമ്പോൾ നമ്മളത് ഫസ്റ്റ് കായ് എന്താണെങ്കിലും കായ്കൾ ഉണ്ടാകുന്ന പൊട്ടിച്ച് കളയണത് എടുക്കരുത്. ഈ മരത്തിന് അല്ലെങ്കിൽ മാവിന് വെയിറ്റ് താങ്ങൂല എന്നാണ് പറഞ്ഞത്. ഇനി നിങ്ങളെ വീട്ടിൽ കായ്ക്കാത്ത മാവും പ്ലാവും ഒക്കെ കായ്ക്കും. അപ്പോൾ അതുപോലെ വിണ്ട് കീറിയല്ല. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതങ്ങനെ നിന്ന് പറയുന്നത്. നമ്മളെ വീട്ടിലെ മാവ് അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ മരത്തിന് ചുറ്റും നമ്മൾ, കായ്ക്കുന്ന മരത്തിന് ചുറ്റും നമ്മൾ 1 ഇഞ്ച്, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഒരു പാട് ഇങ്ങനെ റൗണ്ടിലില്ലേ, അതായത് 1 ഇഞ്ച് കനത്തിൽ നമ്മൾ ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് റൗണ്ടിൽ തോലെടുത്ത് കളയുക. റൗണ്ടിൽ കേട്ടോ, 1 ഇഞ്ച് കനത്തിൽ 1 ഇഞ്ച് വീതിയിൽ. അതായത് ആ മാവിൻ്റെ അല്ലെങ്കിൽ ആ മരത്തിൻ്റെ തോല് അത് എത്ര കട്ടിയുണ്ടെങ്കിലും ആ തോല് അങ്ങനെ റൗണ്ടിലെടുത്ത് കളയുക. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. അപ്പം ഞാൻ ചോദിച്ചു മാവ് ഉണങ്ങിപ്പോവില്ലേന്ന്. അപ്പം എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ അയാളൊരു കോമഡി ആയിട്ടോ പറഞ്ഞു, അങ്ങനെയെങ്കിൽ റബ്ബറൊക്കെ ഉണങ്ങി പോകണ്ടേന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളത് ചെയ്ത് നോക്ക്. അപ്പോൾ ഇതുകൊണ്ടല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു മാവ് പേടിച്ചിട്ട് കായ്ക്കുന്നു. അദ്ദേഹം കഴിഞ്ഞതൊരു ജോക്ക് അടിച്ചതാണോ കാര്യം പറഞ്ഞാൽ അറിയില്ല. എന്തായാലും ഈ ഒരു സംഭവം നിങ്ങൾ പരീക്ഷിച്ചോളിട്ടോ. 100% എനിക്കിത് മനസ്സിലായതാണ്. എന്താ വെച്ചാൽ ഞാനതുപോലെ ചെയ്തു. എനിക്ക് ഇത്രയും നല്ലൊരു മാവ് ഉണങ്ങിപ്പോകുമോ, ചെറിയ തൈയല്ലേ, എനിക്ക് എന്താ പറയുക, ഒരു മനസ്സിലൊരു ബേജാറുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നോക്കി നിങ്ങൾ, ഒറ്റൊരു എന്താ പറയുക മാങ്ങ പോലും ഇത് പഴുത്തതാട്ടോ. ഇതിപ്പോൾ ഞാൻ പൊട്ടിച്ചതാ കണ്ടോ, എവിടെയെങ്കിലും വിണ്ട് കയറിയിട്ടുണ്ടോ? ഇല്ല. ഇനി കാണിച്ചത് അവിടെ ഉണ്ട് സാധനം. ഇതിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഒരു വലിയത് ഇവിടെ നോക്കി. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീഡിയോ പരമാവധി ഷെയർ ചെയ്തോളി, എല്ലാവരിലേക്ക് എത്തട്ടെ. അപ്പോൾ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ. ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ, എനിക്ക് അറിയുന്ന അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ഓക്കെ, താങ്ക് യു.